ബിഗ് ബോസ് വീട്ടിൽ രാവിലെ തന്നെ അസ്വാരസ്യങ്ങൾ തുടങ്ങി. ബിന്നി ബസ്മതി റൈസ് വെച്ച് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണമെന്ന് ജിസേലിൻ്റെ അഭിപ്രായം. ബിന്നി എടുത്തത് മട്ട റൈസാണ്. ഫ്രിഡ്ജിലിരിക്കുന്ന സാമ്പാറുമായിട്ട് മട്ട റൈസ് വെച്ചിട്ട് കഴിക്കാമെന്നാണ് ബിന്നി പറയുന്നത്. കഞ്ഞി രൂപത്തിലാക്കിയിട്ട് നമുക്ക് കഴിച്ചുകൂടെ എന്ന് ബിന്നി ചോദിക്കുന്നു. അപ്പോൾ അനീഷ് ചോദിക്കുന്നത് എന്തോമാത്രം ആഹാരമാണ് ഇവിടെ വേസ്റ്റാക്കി കളഞ്ഞത്. ബിന്നി എന്തോ ഈ ചെയ്യുന്നത്? ബിന്നി പിടിക്കുന്ന മുയലിന് മാത്രം 3 കൊമ്പെന്നുള്ള രീതിയിലുള്ള പ്രവൃത്തിയാണ് ബിന്നി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീക്ക് മൊത്തം ബിന്നി ചെയ്തത് എന്താണ് ഇവിടെ? ജിസേലിനോട് പറയുന്നുണ്ട് രസവും സാമ്പാറും ഒന്നും ബസ്മതി റൈസിൻ്റെ കൂടെ ചേർത്തില്ല, അത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചാൽ കൊള്ളത്തില്ലെന്ന് ബിന്നി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സ്പെഷ്യലുമായിട്ട് കിട്ടുമ്പം നമുക്ക് ബസ്മതി റൈസോട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചുകൂടെ എന്ന് ബിന്നി ചോദിക്കുന്നു. അതൊരു ശരിയാണ്. മട്ടനോ ചിക്കനോ കിട്ടുമ്പം അത് ബസ്മതി റൈസുമായിട്ട് പുലാവോ ചിക്കൻ ബിരിയാണിയായിട്ടോ എന്തെങ്കിലും തയ്യാറാക്കി കഴിക്കാമെന്നാണ് ബിന്നി പറയുന്നത്. പക്ഷേ അനീഷിന് അപ്പോഴത്തേന് ദേഷ്യം വരികയാണ്. എന്തോരം സാധനങ്ങളാണ് വേസ്റ്റായി കളഞ്ഞ്, അതൊന്നും എടുത്ത് വെച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. ഫ്രിഡ്ജിനകത്ത് എന്തൊക്കെ കറികളാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അറിഞ്ഞൂടാത്ത കാര്യത്തിന് എന്തിനാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ബിന്നിക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ ചെയ്തോട്ടെ, ബിന്നിക്ക് പറ്റത്തില്ലെങ്കിൽ ഞാൻ ചെയ്തോളാം, എനിക്കറിയാം, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് അനീഷ്. അപ്പം ബിന്നി പറയാം, നോക്കിയാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ, നോക്കി കഴിഞ്ഞിട്ട് പറ. ബിന്നി എന്തോരം ഫുഡാണ് വേസ്റ്റ് ചെയ്യുന്നത്. ബിഗ് ബോസ് വരുന്ന ഫുഡെന്തോ എല്ലാം കൂടെ എനിക്ക് വാരി വെക്കാൻ പറ്റുമെന്ന് ബിന്നി ചോദിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് വലിയ വർത്തമാനം പറയരുതെന്ന് അനീഷ് ബിന്നിയോട് പറയുന്നുണ്ട്. ഒനിൽ വന്നിട്ട് പറയുന്നുണ്ട് അവരെന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കട്ടെ. അനീഷിനോട് പറയുകയാണ് എന്തെങ്കിലും ഉണ്ടാക്കിക്കോട്ടെ, ബിന്നിക്ക് 4 കൊമ്പായിട്ടിരുന്നോട്ടെ, ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് തന്നാൽ മതിയെന്ന് അനീഷ് പറയുന്നുണ്ട്. പിന്നെ ചായയും 1 മണിക്ക് ശേഷം മതിയെന്ന് അനീഷ് പറയുന്നുണ്ട്. ദേഷിച്ചാണ് അനീഷ് പറയുന്നത്. വെരി ഗുഡ്, അത്രയേ ഉള്ളൂ, വീടല്ലിതെന്ന് ബിന്നി പറയുന്നുണ്ട്. എപ്പോഴും ഹൈജീനും ഡോക്ടറും എന്നെല്ലാം വിളമ്പിക്കൊണ്ടിരിക്കും, പക്ഷെ അവിടെ മൊത്തം നിറയെ ചോറ് വാരി ഇട്ടേക്കുന്നു. ഉറുമ്പും പാറ്റിയും അഴുക്കും എന്തെല്ലാം വൃത്തികേടുകളാണ് അവിടെ ചെയ്തു വെച്ചേക്കുന്നത്. ഒട്ടും വൃത്തിയില്ലാത്ത രീതിയാണ്. സ്വന്തമായിട്ട് മാവ് കുഴയ്ക്കുകയും സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കുകയും സ്വന്തമായിട്ട് കറികൾ ഉണ്ടാക്കുകയും ചെയ്യാനാണ് ഈ കിച്ചൺ ടീമിൻ്റെ ആവശ്യകത എന്താണെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം ആരോടും ചോദിക്കാതെ കയറി കിച്ചണിൽ കയറി നിങ്ങൾ കുക്ക് ചെയ്തത് എന്തോ അർത്ഥത്തിലാണ്? അന്നേരം കിച്ചൺ ടീമിൻ്റെ അടുത്ത് ഒരു അഭിപ്രായം പോലും ചോദിക്കാതെ നിങ്ങൾ ചെയ്തില്ലേ? അപ്പം അനീഷ് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ബിന്നി ഈ പറയുന്നത്? വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? നിങ്ങളന്നേരം കിച്ചൺ ക്യാപ്റ്റനായിട്ട് നിന്നിട്ട് എന്ത് അർത്ഥമുണ്ട് എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് ബിന്നിയോട്. ഭയങ്കര വഴക്ക് നടക്കുകയാണ് ലൈവിൽ.